ഹലോ! എല്ലാവരും എന്ത് ചെയ്യണു? എല്ലാവരും സുഖായിരിക്കുന്നു വിചാരിക്കണു. നമ്മൾ അത്യാവശ്യമായിട്ട് തിരുവനന്തപുരത്തിന് പോവാണേ. കെ.എസ്.ആർ.ടി.സിയുടെ മിന്നൽ ബസ്സിനാണ് പോകുന്നെ. അപ്പോൾ നമ്മൾ ബസ്സിനകത്തേക്ക് കയറി. എന്താണ് നമ്മുടെ സീറ്റ് 15 നമ്പർ സീറ്റ്. വിൻഡോ സൈഡ് സീറ്റാണ്. നമുക്ക് ഫോൺ ചാർജ് ചെയ്യാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. ബസ്സൊക്കെ പുറപ്പെട്ടു. ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴത്തേനും തിരുവനന്തപുരം എത്തുമെന്ന് വിചാരിക്കണു. നല്ല ക്ഷീണമൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പെട്ടെന്നൊന്ന് മയങ്ങാന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് ഇപ്പോൾ കൊല്ലത്താണ് എത്തിയേക്കുന്നത്. തിരുവനന്തപുരം എത്തേണ്ട സമയത്ത് നമ്മൾ കൊല്ലത്ത് എത്തിയിട്ടുള്ളൂ. ഇനി ഇവിടുന്ന് അത്യാവശ്യ ദൂരമുണ്ട് തിരുവനന്തപുരത്തിന്. അങ്ങനെ നമ്മളിതാ തിരുവനന്തപുരത്ത് എത്തി. ഇവിടെ ട്രാഫിക്കിലൊന്ന് ഇവിടുന്ന് നമ്മൾ സ്റ്റാൻഡിലേക്ക് കയറണം. അങ്ങനെ നമ്മൾ സ്റ്റാൻഡിലേക്ക് കയറിയിട്ടുണ്ട്. ഇറങ്ങാൻ നോക്കുമ്പോഴത്തേന് ബസ് വീണ്ടും കുറച്ചുകൂടെ മുന്നോട്ടേക്ക് എടുത്തേ. പിറകിൽ വേറൊരു ബസ് വന്ന് നിന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ പത്മനാഭൻ്റെ മണ്ണിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോവുകയാണേ. അങ്ങനെ പത്മനാഭൻ്റെ മണ്ണിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പം പോകുന്നത് പത്മനാഭൻ്റെ അടുത്തേക്കല്ല കേട്ടോ. ഞാൻ പോകുന്നത് പാറശാലയ്ക്കാണ്. എൻ്റെ കസിൻ്റെ വീട്ടിലേക്കാണ്. ഇതാണ് നമുക്ക് പോകാനുള്ള ബസ്. ബസ് കയറി. നാഗർകോവിൽ ഫാസ്റ്റ് പാസഞ്ചറാണ് ബസ്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ എത്താനുള്ളിടത്തേക്ക് എത്തും. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി. ബസ് പുതിയൊരു യാത്ര തുടങ്ങി. ഈ വഴിയൊന്നും എനിക്ക് അപരിചിതമേ അല്ല. നല്ല പരിചിതമായ വഴികളാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ വരാറുണ്ട്. മുന്നെയൊക്കെ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളൊക്കെ പൂട്ടിയിട്ടാകുമ്പോൾ 2 മാസം സ്കൂളൊക്കെ പൂട്ടിയിട്ടാകുമ്പോൾ വർഷത്തിൽ ഒരു പ്രാവശ്യം വന്നിട്ട് പോകുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പം ഞാനൊക്കെ യാത്രയൊക്കെ ചെയ്യാൻ വേണ്ടി ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു യാത്രയൊക്കെ ഞാൻ തിരഞ്ഞെടുക്കാറുണ്ട്. എന്തെങ്കിലും ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നോ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അത്രയും ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് യാത്ര. പെട്ടെന്ന് വരും. പക്ഷേ എനിക്ക് യാത്ര വരുന്നതിലൊക്കെ ഒരു പരിമിതിയുണ്ട്. അങ്ങനെ നമ്മളിതാ നെയ്യാറ്റിൻകര എത്തിയിട്ടുണ്ട് കേട്ടോ. നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡാണ്. ഇവിടെ അധികം സമയം നിന്നില്ല കേട്ടോ. ഒരു 2-3 മിനിറ്റ് മാത്രമേ നിന്നുള്ളൂ. അങ്ങനെ അവിടുന്ന് വീണ്ടും ബസ് പുറപ്പെട്ടു. നമ്മളങ്ങനെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താറായിട്ടുണ്ട്. ഇതിനിടയിൽ എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തൊക്കെയോ ആഗ്രഹിച്ച് തുടങ്ങിയ ഒരു ചാനലാണ് എൻ്റെ ചാനൽ. പക്ഷേ എവിടെയും ഒന്നും എത്തിയിട്ടില്ല. എനിക്ക് സപ്പോർട്ടൊക്കെ വളരെ കുറവാണ്. എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എൻ്റെ ചാനലൊന്ന് സബ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും എനിക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്തേക്കട്ടോ. പാവല്ലേ ഞാൻ. അങ്ങനെ നമ്മളിതാ നമ്മുടെ സ്ഥലത്ത് എത്താറായിട്ടുണ്ട്. അടുത്ത സ്റ്റാൻഡ് എത്തുമ്പോഴത്തേനും നമ്മുടെ സ്ഥലത്തും. ഇനി ഇവിടെ മുകളിലേക്ക് ഒരു റോഡുണ്ട്. ഞാൻ റോഡ് കാണിച്ചു തരാം. ഇതാ ഈ കാണുന്ന റോഡാണേ. ഈ റോഡ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കസിൻ്റെ വീട്ടിലെത്തി. അങ്ങനെ ഇതാ നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. അവിടെ ഒന്നും സ്റ്റോപ്പില്ല കേട്ടോ. സ്റ്റോപ്പ് കുറച്ച് ദൂരെയാണ്. അങ്ങനെ ഇതാ നമ്മൾ സ്റ്റോപ്പിൽ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. വീണ്ടും എൻ്റെ കാലുകൾ ഞാൻ പാറശാലയിലേക്ക് ഇറക്കി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ നമ്മളിത് ഇവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ടാണ് പോകുന്നത്. അങ്ങോട്ടേക്ക് ബസ്സില്ല. 1-2 ബസ്സാണ് ഉള്ളത്. അത് ഏത് സമയത്താണെന്ന് വലിയ ഐഡിയ ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഒരു ഓട്ടോ വിളിച്ചിട്ട് പോവുകയാണ്. ഈ വഴികളൊക്കെ നമ്മൾ വന്ന വഴിയാണേ. ഇവിടെയൊക്കെ കച്ചവടക്കാരുണ്ട്. ഇവരൊക്കെ ഒരു വഴിയരികിൽ വെച്ചിട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണേ. ഇവിടൊന്നും അതൊന്നും പ്രശ്നമില്ലാന്ന് തോന്നുന്നു. അങ്ങനെ നമ്മളിതാ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ ഒരു മീൻ കടയുണ്ട്. ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ കാണിച്ചെന്ന വഴി മുകളിലോട്ടേക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ. ഈ വഴി നേരെ പോകുന്നത് ആലമ്പാറയിലേക്കാണേ. അതാണ് ആ സ്ഥലത്തിൻ്റെ കറക്റ്റ് പേര്, ആലമ്പാറ. ഇവിടെ ഒരു മാർക്കറ്റാണ് കേട്ടോ. മാർക്കറ്റ് കഴിഞ്ഞു തോന്നുന്നു. മീൻ മാർക്കറ്റായിരുന്നു അവിടെ. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അധികം വലിയ മാറ്റങ്ങളൊന്നും പറയാനൊന്നുമില്ല. കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് ഇറങ്ങേണ്ടടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.